ഇതായാലും ബ്രേക്കിൻ്റെ കാല് ഇതിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ആക്കി നോക്കുന്നു. നടന്നില്ലെങ്കിൽ മാസം കഴിക്കേണ്ടി വരും. ഗൈസ്, നമ്മുടെ ഓഫ് റോഡ് വില്ലയിലേക്ക് പോകാനുള്ള ജീപ്പിന് ചെറിയ ബ്രേക്കിലൊരു കുറവ്. അങ്ങനെ ഞാൻ ആ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ്. ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞ് പോയി. അതുപോലെ തന്നെ ആ ഫ്ലൂയിഡിൻ്റെ പൈപ്പിന് ചെറിയ ലീക്കേജ് സംഭവിച്ചാണ് വിഷയം. പഴയ മോഡൽ ഇത്തരത്തിലുള്ള ജീപ്പുകളിൽ എയർ എടുക്കുക എന്ന് പറയും. ഇപ്പോൾ ഫ്ലൂയിഡ് ഇല്ലാണ്ട് എയർ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എയർ എടുക്കുന്ന ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിലീപേട്ടൻ. ഇതുപോലെ 4 ടയറിൻ്റെ അകത്തുള്ള ഈ ഒരു ഫ്ലൂയിഡ് വരുന്ന പൈപ്പ് കാര്യങ്ങൾ തുറന്ന് അതിൽ കുമിളകൾ വരാത്ത രീതിയിൽ ബ്രേക്ക് ചവിട്ടി പമ്പ് ചെയ്ത് ഇങ്ങനെ കളയണം. ബ്രേക്ക് പെഡൽ സാധാരണ ഉണ്ടാകുന്ന രീതിയിലേക്ക് മുകളിൽ ചവിട്ടുമ്പോൾ പൊങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് വരേണ്ടി വരിക. ഇങ്ങനെ ഓരോ വീലിലും അഴിക്കുക, വീണ്ടും ഫ്ലൂയിഡ് റീഫിൽ ചെയ്യുക, ചവിട്ടുക, പമ്പ് ചെയ്യുക, എയർ കളയുക, അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഒരു കടപ്പാടുള്ളത് 2 പേര്, ഒന്ന് ദിലീപേട്ടനോടും അതുപോലെ തന്നെ അവിടെ എലൈറ്റ് എന്ന് പറയുന്നൊരു വർക്ക്ഷോപ്പുണ്ട് അതിലെ രാജേഷേട്ടനോട്. കാരണം എന്താണെന്നറിയോ, ഞായറാഴ്ച ആയിട്ട് എനിക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ പണി എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഞായറാഴ്ച ആയിട്ടും വർക്ക്ഷോപ്പിലേക്ക് വന്ന് ദിലീപേട്ടൻ ചെയ്തു തന്ന വലിയ സപ്പോർട്ട്. അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ സ്പെയർ പാർട്സ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ സ്പെയറിൻ്റെ ചാവിയൊക്കെ വേറെ ആളെ കൊടുത്തു വിട്ട് അതെടുത്ത് തന്നതാണ് എന്തായാലും രാജേഷേട്ടൻ. അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് നാട്ടുകാരിൽ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് എൻ്റെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തവരാണെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എവിടെ ഇവിടെ എവിടെ ഇവിടെ എവിടെ ഇവിടെ ഇതായാലും ബ്രേക്കിൻ്റെ കാല് ഇതിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ആക്കി നോക്കുന്നു. നടന്നില്ലെങ്കിൽ മാസം കഴിക്കേണ്ടി വരും. അങ്ങനെ അവസാനം ദിലീപേട്ടൻ സംഭവം സെറ്റാക്കി തന്നു. നൈസായിട്ട് വണ്ടി എടുത്ത് നമ്മൾ ഗസ്റ്റിനെ കൊണ്ട് ഓഫ് റോഡിലേക്ക് പോവുകയും ചെയ്തു. താങ്ക് യു.